നമസ്കാരം. അറബിക്കടലിൽ അമേരിക്കൻ നാവികസേന നടത്തിയ അതീവ നാടകീയമായ സൈനിക നീക്കത്തിലൂടെ ഇറാനിയൻ ചരക്കുകപ്പലായ MV തുസ്കയെ പിടിച്ചെടുത്തത് ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഏപ്രിൽ 17 മുതൽ ഇറാനിയൻ തീരങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ശക്തമായ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചായിരുന്നു അതിവേഗത്തിലുള്ള ഈ നടപടി US കൈക്കൊണ്ടത്. കപ്പലിനെ പ്രവർത്തനരഹിതമാക്കിയ ശേഷം US മറീനുകൾ കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. അറബിക്കടലിലൂടെ ഇറാന്റെ ബന്ദർ അബ്ബാസ് തുറമുഖത്തേക്ക് നീങ്ങുകയായിരുന്ന MV തുസ്കയെ US യുദ്ധക്കപ്പലായ USS പ്രൂവൻസ് തടഞ്ഞതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ഏതാണ്ട് 6 മണിക്കൂറോളം നീണ്ടുനിന്ന വാഗ്വാദങ്ങൾക്കും മുന്നറിയിപ്പുകൾക്കുമാണ് സമുദ്രം സാക്ഷ്യം വഹിച്ചത്. ഉപരോധം ലംഘിക്കരുതെന്നും കപ്പൽ ഉടൻ നിർത്തണമെന്നും US സൈന്യം റേഡിയോ സന്ദേശങ്ങളിലൂടെ നിരന്തരം ആവശ്യപ്പെട്ടുവെങ്കിലും ഇറാനിയൻ കപ്പൽ ഇത് അവഗണിച്ച് മുന്നോട്ടു നീങ്ങുകയായിരുന്നു. തുടർച്ചയായ 6 മണിക്കൂർ മുന്നറിയിപ്പുകൾ ഫലം കാണാതെ വന്നതോടെയാണ് കപ്പലിനെ ബലം പ്രയോഗിച്ച് തടയാൻ US തീരുമാനിച്ചത്. കപ്പലിലെ ജീവനക്കാരുടെ ജീവന് അപകടമുണ്ടാകാത്ത രീതിയിൽ കപ്പലിന്റെ സഞ്ചാരം തടയുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതിനായി USS പ്രൂവനിലെ കമാൻഡർ കപ്പലിന്റെ എഞ്ചിൻ റൂം ലക്ഷ്യം വെക്കാൻ നിർദ്ദേശം നൽകി. വെടിവെപ്പിന് മുൻപായി എഞ്ചിൻ റൂമിലുള്ളവരോട് അവിടെ നിന്ന് മാറി നിൽക്കാൻ കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു. USS പ്രൂവന്റെ കരുത്തുറ്റ 5 ഇഞ്ച് MK-45 ഗണ്ണിൽ നിന്നാണ് വെടിയുണ്ടകൾ ഉതിർത്തത്. പീരങ്കി ഉണ്ടകൾ കപ്പലിന്റെ എഞ്ചിൻ റൂമിൽ കൃത്യമായി പതിക്കുകയും അവിടെ വലിയ വിള്ളൽ ഉണ്ടാക്കുകയും ചെയ്തു. എഞ്ചിൻ പ്രവർത്തനരഹിതമായതോടെ കൂറ്റൻ ചരക്കു കപ്പലിൽ കടലിന്റെ നടുവിൽ നിശ്ചലമായി. കപ്പലിന്റെ വേഗത നിലച്ചതോടെ US മറീനുകൾ ഹെലികോപ്റ്ററുകൾ വഴിയും ബോട്ടുകൾ വഴിയും തുസ്കയിലേക്ക് ഇരച്ചു കയറി നിയന്ത്രണം ഏറ്റെടുത്തു. ഇറാൻ പതാകയേന്തിയ തുസ്കയിൽ ഏകദേശം 900 അടി നീളമുണ്ട്. US ട്രഷറി ഡിപ്പാർട്ട്മെന്റിലെ ഉപരോധ പട്ടികയിലുള്ള കപ്പൽ കൂടിയാണ് ഇത്. മുൻപും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ചരിത്രമുള്ളതിനാൽ കപ്പലിനെ തടഞ്ഞതെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും നിലവിൽ കപ്പൽ പൂർണ്ണമായും US സൈന്യത്തിന്റെ കസ്റ്റഡിയിലാണ്. ഇതിനുള്ളിൽ എന്തൊക്കെയാണ് കടത്തിക്കൊണ്ടു പോകുന്നത് എന്നതിനെ കുറിച്ച് വിശദമായ പരിശോധനകൾ നടക്കുകയാണ്. സൈനിക നടപടിക്ക് പിന്നിലെ പ്രധാന കാരണം ഇറാനെ സാമ്പത്തികമായി തളർത്തുക എന്ന അമേരിക്കയുടെ നയമാണ്. ഇറാന്റെ പക്കലുള്ള ആണവ പദ്ധതികളും പ്രാദേശികമായ ഇടപെടലുകളും അവസാനിപ്പിക്കാൻ അവരുടെ വരുമാന സ്രോതസ്സുകൾ തടയണമെന്ന് അമേരിക്ക വിശ്വസിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇറാനിയൻ തീരങ്ങളിലുള്ള എല്ലാ ചരക്ക് നീക്കങ്ങളും US ഉപരോധം ഏർപ്പെടുത്തിയത്. ഈ ഉപരോധം ലംഘിക്കുന്ന ഏതൊരു കപ്പലിന്റെയും ഇതേ അവസ്ഥ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഈ നീക്കത്തിലൂടെ അമേരിക്ക നൽകുന്നത്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ US ഇറാൻ പ്രതിനിധികൾ തമ്മിലുള്ള നിർണായകമായ സമാധാന ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഈ നീക്കം എന്നതാണ് ശ്രദ്ധേയം. ചർച്ചയ്ക്കിരിക്കാനുള്ള ഇറാൻ സമ്മർദ്ദത്തിനുമുള്ള ഒരു പ്രധാന തന്ത്രമായാണ് ട്രംപ് ഭരണകൂടം ഈ കപ്പൽ പിടിച്ചെടുക്കലിനെ കാണുന്നത്. തങ്ങൾ പറയുന്ന ഉപാധികൾ അംഗീകരിച്ചില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന സന്ദേശമാണ് US ഇതിലൂടെ നൽകുന്നത്. ഈ സംഭവത്തെ സായുധ കടൽക്കൊള്ള എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. അമേരിക്കൻ സൈന്യത്തിന്റെ നടപടിക്കെതിരെ ഉടൻ തന്നെ തിരിച്ചടി നൽകുമെന്നും ഇറാന്റെ തസ്നീം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും തങ്ങളുടെ കപ്പലുകൾ തടയുന്നതിന് തുടരുകയാണ് എങ്കിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമോസ് കടലിടുക്ക് അടച്ചു പൂട്ടുമെന്നും ഇറാൻ ഭീഷണിപ്പെടുത്തി. ഇത് ആഗോള എണ്ണ വിപണിയെ വലിയ പ്രതിസന്ധിയിലാക്കാനും സാധ്യതയുണ്ട്. അമേരിക്കൻ സൈന്യത്തിന് മുന്നിൽ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഹാലിഫ് വ്യക്തമാക്കിയതും. ഞങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ മറ്റാരെയും ഹോർമോസ് കടലിൽ വഴി കടന്നു പോകാൻ അനുവദിക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അമേരിക്കയുടെ ഉപരോധം അജ്ഞതയിൽ നിന്നും ഉണ്ടായതാണെന്നും അദ്ദേഹം പരിഹസിച്ചു. ഇരുപക്ഷവും വിട്ടുവീഴ്ച ചെയ്യാത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് സ്ഥിതിഗതികൾ യുദ്ധസമാനമാക്കുകയാണ്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 നടക്കുന്നത് ഹോർമോസ് കടലിടുക്ക് വഴിയാണ്. നിലവിലെ ഈ സംഘർഷം ആഗോള ഇന്ധന പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുകയും എണ്ണവില കുതിച്ചുയരാൻ കാരണമാവുകയും ചെയ്യും.